പണം ചിലവാക്കാതെ എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ ഒരു സ്ത്രീക്ക് തൻ്റെ മൈൻഡ് സെറ്റ്, ജീവിതശൈലി, തൻ്റെ ചെറിയ ചെറിയ ശീലങ്ങൾ ഇവ കൊണ്ട് തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിൽ സുന്ദരിയാകാൻ കഴിയും. അവിടെ മേക്കപ്പ് ഇല്ല, ഫിൽറ്റർ ഇല്ല, അവിടെ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 40 കഴിഞ്ഞ ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ സുന്ദരിയായി മാറാൻ സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരേ പ്രായമുള്ള 2 സ്ത്രീകളെ കണ്ടാൽ അതിൽ ഒരാൾ വളരെ യങ്ങായിട്ടും ഒരു ഗ്ലോയൊക്കെ മുഖത്തുള്ളതായിട്ടും കാണാൻ സാധിക്കും. എന്നാൽ മറ്റേയാൾ ടയേർഡായും മുഖമൊക്കെ വല്ലാണ്ട് വാടിയും കാണാൻ സാധിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്കിൻ കെയർ മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ അവരുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഈ 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നതും അതാണ്. സന്തോഷവതിയായ ഒരു സ്ത്രീയായി മാറുക. നിങ്ങൾ കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളെല്ലാം തീർന്ന ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് ചിന്തിച്ചാൽ ആ ദിവസം ഒരിക്കലും വരില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സമ്മർദ്ദങ്ങളുണ്ടാകും. എന്നാൽ അവയൊക്കെ നിലനിൽക്കുമ്പോഴും മനസ്സൊന്ന് ലഘൂകരിക്കാൻ, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ, ചിരിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചില സ്ത്രീകളെ കണ്ടാൽ അവർ വലുതായിട്ടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും, നല്ല രീതിയിൽ ഡ്രസ്സൊന്നും ചെയ്തില്ലെങ്കിലും അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അവർ ഉള്ളിൽ സന്തോഷമുള്ളവരാണ്. ആ ഹാപ്പിനെസ് ആണ് അവരുടെ മുഖത്തെ സുന്ദരമാക്കുന്നത്. എന്ന് കരുതി അവർ പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ആ പ്രശ്നങ്ങൾക്ക് മേൽ സന്തോഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ ആന്തരിക സന്തോഷത്തിൻ്റെ പ്രതിഫലനമാണ്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നീ സ്വയം എത്രത്തോളം നിനക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന്? കാരണം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീയുടെ മുഖത്ത് അത് വ്യക്തമായി കാണാം. അവൾ എത്ര മേക്കപ്പ് ചെയ്താലും, എത്ര നല്ല ഡ്രസ്സ് ധരിച്ചാലും ഉള്ളിൽ അവൾക്ക് അവളോട് തന്നെ ഒരു മതിപ്പില്ല എങ്കിൽ അത് അവരുടെ കണ്ണുകളിൽ കാണാം, സംസാരത്തിൽ കാണാം, മുഖത്ത് ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു സ്ത്രീക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവൾക്ക് ഒരു വേറിട്ട പ്രസൻസ് ഉണ്ടാകും. അവൾ വളരെ ലൗഡാകണമെന്നില്ല, പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, മുഖത്ത് ഒരു ഡിഗ്നിറ്റി ഉണ്ടാകും. അതുതന്നെയാണ് യഥാർത്ഥ സൗന്ദര്യം. സൈക്കോളജിക്കലി നോക്കുമ്പോൾ നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഫേഷ്യൽ എക്സ്പ്രഷൻസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺഫിഡൻസ് ബ്യൂട്ടിയെ നേരിട്ട് മാറ്റുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യർക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തിന് വലിയൊരു പങ്കുണ്ട് ഇത്തരത്തിൽ നമുക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാകാനും സെൽഫ് വർത്ത് ഇല്ലാതാകാനുമൊക്കെ. പക്ഷേ ചുറ്റും നിൽക്കുന്ന എത്രയൊക്കെ ആളുകൾ നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും, നിങ്ങളെ വില കുറച്ച് സംസാരിച്ചാലും, നിങ്ങളുടെ വ്യക്തിത്വത്തെ അടിയറവ് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്, അനുവദിക്കരുത്. അത് നിങ്ങളുടെ ഭർത്താവായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മക്കളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേരൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അത് ആര് തന്നെ ആയാലും അത് അനുവദിക്കരുത്. അത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ ഇത്തരം മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. എല്ലാ മനുഷ്യനും പൂർണ്ണമായും സ്വതന്ത്രരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ മേൽ അധികാരപ്രയോഗം നടത്താൻ അവകാശമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. അവരുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. ഭർത്താവ് മദ്യപിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകുമായിരുന്നു. അവരെ വളരെ ചെറുതാക്കി സംസാരിക്കുക, അവരോട് അസഭ്യമായ വാക്കുകൾ പ്രയോഗിക്കുക, എല്ലാം കൂടി അവരുടെ ആത്മവിശ്വാസം മുഴുവനായിട്ടും അയാൾ തകർത്തിരുന്നു. എപ്പോഴും വിഷാദം നിഴലിക്കുന്ന ഒരു മുഖമായിരുന്നു ആ ചേച്ചിയുടെ. എന്നാൽ പിന്നീട് വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ട് ചേച്ചി ഒരു തീരുമാനമെടുത്തു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ അവരൊരു ചെറിയ തയ്യൽ കട തുടങ്ങി. അവർ നന്നായി തയ്ക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരുപാട് ആളുകൾ അവരുടെ കടയിലേക്ക് വരാൻ തുടങ്ങി. അതോടെ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അവരും കുട്ടികളും തയ്യക്കടയുടെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. ഇന്ന് അവരുടെ സംസാരം തന്നെ മാറി, അവർ നടക്കുന്നത് തന്നെ മാറി.
തലകുനിച്ച് മാത്രം നടന്നിരുന്ന ആ ചേച്ചി ഇന്ന് തലയുയർത്തി ആത്മവിശ്വാസത്തോടു കൂടിയാണ് നടക്കുന്നത്. അതിനോടൊപ്പം മുഖവും മാറി. അവരൊരു ഫാഷനബിൾ ആയിട്ടുള്ള സ്ത്രീയോ ഒന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയാണ്. എപ്പോൾ കണ്ടാലും ഒരു ചുരിദാറായിരിക്കും അവരുടെ വേഷം. വലിയ മേക്ക് ഓവർ ഒന്നുമില്ലെങ്കിലും ഒരു ശക്തിയായ സ്ത്രീയായി തോന്നും അവരെ കണ്ടാൽ. അത് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണ്. അതുകൊണ്ട് സുന്ദരിയാകുന്നതിന് മുൻപ് നിങ്ങളെ നിങ്ങൾ ആദരിക്കാൻ പഠിക്കണം. കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നത് അവളുടെ കോൺഫിഡൻസ് തന്നെയാണ്. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നോ പറയാൻ പഠിക്കുക എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. പല സ്ത്രീകളും ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും യേസ് പറയുക. ആരെന്ത് പറഞ്ഞാലും അതിന് യേസ് പറയുക. ജോലി സ്ഥലത്താണെങ്കിൽ അമിതമായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കൂടിയും യേസ് പറയുക. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാതെ യേസ് പറയുക. അവരെ നിരാശപ്പെടുത്തരുത് എന്നൊരു ഭയത്തിൽ എല്ലാം ഏറ്റെടുക്കും. അതിൻ്റെ ഫലം എന്താണ്? അവർ പുറത്ത് സ്ട്രോങ് ആയി കാണിച്ചാലും ഉള്ളിലവർ പൂർണ്ണമായും ക്ഷീണിച്ചിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ ദിവസം മുഴുവൻ വീട്ടുപണി, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം നോക്കി ഓൾറെഡി ടയേർഡാണ്. അപ്പോഴും ആരെങ്കിലും പറയും ഇതുകൂടി ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ അവൾക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും വേണ്ട എന്ന് പറയാൻ കഴിയാതെ വീണ്ടും ശരിയെന്ന് പറയും, അത് ചെയ്യും. അതുകൊണ്ട് ഓരോ യേസിൻ്റെ പിന്നിലും അവൾ തൻ്റെ എനർജിയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പതിയെ പതിയെ അവളുടെ മനസ്സ് ടയേർഡാകുന്നത്. ആ ടയർഡ്നെസ് തന്നെയാണ് മുഖത്ത് പിന്നെ കാണാൻ തുടങ്ങുന്നത്. ടയേർഡ് മൈൻഡ് ഈസ് ഈക്വൽ ടു ടയേർഡ് ഫേസ്. ഇതൊരു ഫാക്റ്റാണ്. പക്ഷേ ഒരിക്കലവൾ ഇനി ഞാൻ എല്ലാത്തിനും യേസ് പറയില്ല, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾക്ക് ഞാൻ നോ പറയും എന്ന് തീരുമാനിച്ചാൽ അതാണ് ടേണിംഗ് പോയിന്റ്. ആദ്യം കുറച്ചാളുകൾക്ക് അതിഷ്ടമാകില്ല. പക്ഷേ പതിയെ പതിയെ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ എനർജി കാത്തു സൂക്ഷിക്കാൻ, നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ നോ പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മുഖവും മാറാൻ തുടങ്ങും. ഇനി നാലാമത്തെ കാര്യം, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഇത് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. നമ്മൾ ഫോൺ തുറക്കുമ്പോൾ കാണുന്നത് എല്ലാം പെർഫെക്റ്റ് ജീവിതങ്ങളാണ്, ഗ്ലോ ചെയ്ത മുഖങ്ങളാണ്, ഹാപ്പി മൊമെൻറ്റ്സ് ആണ്, വിജയങ്ങളാണ്. പക്ഷേ അതെല്ലാം ഒരാളുടെ ജീവിതത്തിലെ ഹൈലൈറ്റ് മൊമെൻറ്റ്സ് മാത്രമാണ്. ആ വീഡിയോയ്ക്കും ആ ഫോട്ടോകൾക്കും ഒക്കെ അപ്പുറം അവർ കടന്നു പോകുന്ന സ്ട്രഗിൾസ് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? അവരുടെ ജീവിതം എത്ര പെർഫെക്റ്റ് ആണ്, എൻ്റേത് അങ്ങനെയൊന്നുമല്ല എന്നൊരു കമ്പാരിസൺ അവിടെ വരികയാണ്. അതിനോടൊപ്പം സ്ട്രെസ്, സന്തോഷമില്ലായ്മ ഇതെല്ലാം മനസ്സിനെ തളർത്തും. കമ്പാരിസൺ നമ്മളെ നേരിട്ട് സ്ട്രെസ് മോഡിലേക്ക് കൊണ്ടുപോകും. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടും. അതിൻ്റെ എഫക്റ്റ് എന്താണ്? മുഖത്ത് ഡൾനെസ്സായും ടയേർഡ്നെസ് ആയിട്ടുമൊക്കെ അത് മാറിത്തീരും. കമ്പാരിസൺ സ്ട്രെസ്സിലേക്കും സ്ട്രെസ്സ് ഏജിങ്ങിലേക്കും നമ്മളെ കൊണ്ടുപോകും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഈ കമ്പാരിസൺ നിർത്തി എൻ്റെ ജീവിതം എൻ്റേതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കും. ആ കാംനെസ് തന്നെ നിങ്ങളുടെ മുഖത്ത് കാണാൻ തുടങ്ങും. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അത്ഭുതത്തോടും ആഗ്രഹത്തോടും ഒക്കെ കാണുന്ന ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ നിങ്ങൾ കടന്നുപോയ ചില പ്രശ്നങ്ങൾ അവർക്ക് സഹിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ്. കമ്പയർ ചെയ്യാനുള്ളതല്ല, മനസ്സിലാക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ നിങ്ങളായി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുക. കാരണം സെൽഫ് അക്സെപ്റ്റൻസ് ആണ് ഒരു സ്ത്രീയുടെ മുഖത്ത് ഏറ്റവും മനോഹരമായ കാംനെസ് നൽകുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഇത് പലരും ചെറുതായി കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശരീരത്തിന് വേണ്ടത്ര വിശ്രമം കൊടുക്കാത്ത ഒരു സ്ത്രീക്ക് എത്ര സ്കിൻ കെയർ ചെയ്താലും എത്ര മേക്കപ്പ് ചെയ്താലും ഒരു നാച്ചുറൽ ഗ്ലോ ഒരിക്കലും വരികയില്ല. പല സ്ത്രീകളും തനിക്ക് ഈ ഓട്ടം നിർത്താൻ പറ്റില്ല എന്ന മൈൻഡ് സെറ്റിലാണ് ജീവിക്കുന്നത്. വീട്ടുപണി, ജോലി, കുടുംബം എല്ലാം തന്നിലേൽപ്പിച്ച് സ്വന്തം ശരീരം എന്ത് പറയുന്നുവെന്ന് പോലും കേൾക്കാതെ തുടർച്ചയായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ശരീരത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ. അത് കടന്നു പോയാൽ അത് നേരിട്ട് മുഖത്ത് കാണും. അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കുക. അത് മറ്റാർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്രമിച്ചേ മതിയാകൂ. ഇനി ആറാമത്തെ കാര്യം, ചെറിയ സന്തോഷങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് എന്നതാണ്. പലരും കരുതുന്നത് എന്താണെന്നാൽ വലിയതൊന്ന് സംഭവിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നതാണ്. പക്ഷേ അങ്ങനെ കാത്തിരുന്നാൽ സന്തോഷം എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ റെയറായി മാത്രമായിട്ടുള്ള ഒരു കാര്യമായി മാറും. സത്യത്തിൽ ഒരു സ്ത്രീയുടെ മനസ്സ് സന്തോഷത്തോടെ നിലനിർത്തുന്നത് വലിയ കാര്യങ്ങളൊന്നും കൊണ്ടല്ല, ഈ ചെറിയ ചെറിയ നിമിഷങ്ങളിലാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലൗസ് പീസ് വാങ്ങുമ്പോൾ, കുറച്ച് കുപ്പിവളകൾ എടുത്ത് കയ്യിലിടുമ്പോൾ, ഒരുപാട് നാളായി വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഒരു പുസ്തകം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുമ്പോൾ, ഇവയൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ മനസ്സിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ശക്തി ഇതിന് വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സന്തോഷം നൽകുന്ന കെമിക്കൽസ്, അതായത് ഡോപ്പമിൻ പോലെയുള്ളവ റിലീസ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് മൂഡ് ഇൻസ്റ്റൻ്റ്ലി ചേഞ്ച് ആകുന്നത്. ആ മൂഡ് തന്നെ നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നമുക്കുള്ള ഒരു വലിയ തെറ്റെന്താണെന്നറിയാമോ? ഇത് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് നമ്മൾ നമ്മളെ തന്നെ കണ്ടീഷൻ ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതം മുഴുവൻ വെയിറ്റ് മോഡിലായിരിക്കും. സന്തോഷം പോസ്റ്റ്പോൺഡ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ശീലമാക്കേണ്ട ഒരു കാര്യം ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രകാശം നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാൻ തുടങ്ങും. ഏഴാമത്തെ കാര്യം, ബന്ധങ്ങളിൽ വ്യക്തമായ ബൗണ്ടറി സൂക്ഷിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ സാധാരണ ഒരു കാര്യമായി തോന്നാം. പക്ഷേ മനസ്സിൻ്റെ സമാധാനത്തിനെയും മുഖത്തിൻ്റെ ശാന്തതയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണിത്. പലപ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അമിതമായി ഇടപെടാൻ തുടങ്ങും. അത് ഭർത്താവായാലും മക്കളായാലും സുഹൃത്തായാലും അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ നിരന്തരം ശ്രദ്ധിച്ച് അഭിപ്രായങ്ങൾ പറയുകയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അവരുടേതായ ജീവിതമുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്, അവരുടേതായ സ്പേസ് ഉണ്ട്. നമ്മൾ അതിൽ ആവശ്യമില്ലാതെ ഇടപെടുമ്പോൾ അതിൻ്റെ പ്രതികൂല ഫലം ആദ്യം വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്. അവൻ എന്താണ് ചെയ്തത്, അവൾ എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ റെസ്റ്റ് ഇല്ലാതിരിക്കും. ഇത് പതിയെ പതിയെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. ആ ഒരു അസഹിഷ്ണുത നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലിയർ ബൗണ്ടറീസ് വേണം. എല്ലാ ബന്ധങ്ങളിലും വേണം. സ്നേഹമുണ്ടാകട്ടെ, കെയർ ഉണ്ടാകട്ടെ, പക്ഷേ അതിനൊപ്പം ബഹുമാനത്തോടു കൂടിയുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. ഇതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ജീവിതത്തിൽ പോലും എല്ലാവരോടും അത് പാലിച്ചിരിക്കണം. ഒരാൾ ജോലിയില്ലാതിരിക്കുമ്പോൾ ജോലിയായില്ലേ, വിവാഹം കഴിക്കാത്ത ഒരാളോട് വിവാഹമായോ, കുട്ടികളില്ലാത്ത ഒരാളോട് കുട്ടികളായില്ലേ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരാളൊരു കാര്യം പറയുന്നില്ല എങ്കിൽ അവനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് അർത്ഥം. കവി അയ്യപ്പൻ്റെ ഒരു കവിതയുണ്ട്. വീടില്ലാത്ത ഒരുവനോട് വീടിനൊരു പേരിടാനും മക്കളില്ലാത്ത ഒരുവനോട് കുട്ടിക്കൊരു പേരിടാനും ചൊല്ലവേ നീ കൂട്ടുകാര രണ്ടുമില്ലാത്ത ഒരുവൻ്റെ നെഞ്ചിലെ തീ കാണുക എന്ന്. അതുകൊണ്ട് മറ്റൊരാളെ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മിനിമം മര്യാദയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിർത്തുക. അത് അവരെ മാത്രമല്ല നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അവരുടെ ബൗണ്ടറീസ് മാനിക്കണം. അതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങൾ മനസ്സിനെ അൺനെസസറി കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാൻ തുടങ്ങും. ഇനി എട്ടാമത്തെ കാര്യം, വിഷമങ്ങൾ ഒരിക്കലും അടക്കി വെക്കരുത് എന്നുള്ളതാണ്. പല സ്ത്രീകളും വളരെ സ്ട്രോങ് ആയി കാണപ്പെടാൻ ശ്രമിക്കും. എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാം ഉള്ളിൽ തന്നെ അടക്കി വെക്കും. ആരെയും അറിയിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരോടും തുറന്നു പറയണ്ട എന്നൊരു ചിന്ത. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ അടച്ചുവെച്ച വികാരങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത് ഉള്ളിൽ തന്നെ കുന്നുകൂടും. ആ ദുഃഖം, ആ നിരാശ, ആ വിഷമം അത് പതിയെ പതിയെ മനസ്സിലൊരു ഭാരമായിട്ട് മാറും. ആന്തരിക സംഘർഷമുണ്ടാക്കും. അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? കണ്ണുകളിൽ ഒരു വേദന കാണാം, മുഖത്തൊരു തളർച്ച കാണാം, ഒരു ശൂന്യത കാണാം. ചിരിച്ചാലും അത് ഉള്ളിൽ നിന്നുണ്ടാകില്ല. സപ്രസ്ഡ് ഇമോഷൻസ് മുഖത്തും കണ്ണിലും വ്യക്തമായി കാണാൻ കഴിയും. ഇത് നമ്മൾ പലർക്കും കണ്ടിട്ടുള്ളതാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന പോലെ തോന്നുന്ന മുഖങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തരുത്. കരയണമെന്നുണ്ടെങ്കിൽ കരയുക, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, മനസ്സ് തുറക്കുക. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് ഒരു സ്ട്രെങ്ത് ആണ്. കാരണം നിങ്ങൾ റിലീസ് ചെയ്യാത്ത ഓരോ വികാരവും നിങ്ങളുടെ ഉള്ളിൽ പ്രഷറായി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ അതിനെ പുറത്തേക്ക് വിടാൻ പഠിക്കുമ്പോൾ മനസ്സ് ലൈറ്റാകും. ആ ഒരു ലൈറ്റ്നെസ്, ആ ഒരു പീസ് നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാൻ തുടങ്ങും. ഇനി ഒൻപതാമത്തെ കാര്യം, നിങ്ങൾക്കായി നിങ്ങൾ സമയം മാറ്റിവെക്കുക എന്നതാണ്. പല സ്ത്രീകളുടെയും ജീവിതം നോക്കിയാൽ അവർ മുഴുവൻ സമയവും മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത്.
കുടുംബം, കുട്ടികൾ, ജോലി എല്ലാം പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അവർ തന്നെ അവർക്ക് സമയം കൊടുക്കാൻ മറക്കും. കുറെ കഴിയുമ്പോൾ ഞാൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ എന്നൊരു ഫീലിങ്സ് അവർക്ക് തോന്നിത്തുടങ്ങും. മീ ടൈം ഇല്ലാത്ത സ്ത്രീകൾ മെന്റലി ഡ്രെയിൻ ആകും. അത് നേരിട്ട് അവരുടെ മുഖത്തും കാണാൻ സാധിക്കും. തളർന്ന കണ്ണുകൾ കാണാം, ഡള്ളായ മുഖം കാണാം, വല്ലാത്തൊരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. വൈകുന്നേരം ഒരു 10 മിനിറ്റ് ഒന്ന് ശാന്തമായി ചായ കുടിക്കുന്ന സമയമായാലും മതി. ഒന്നും ചെയ്യാതെ മുറ്റത്ത് നിന്നുകൊണ്ട് ഒന്ന് കാറ്റ് കൊള്ളുന്ന സമയമായാലും മതി. അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോകുന്ന ഒരു ചെറിയ സമയമായാലും മതി. ആ സമയം നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുന്ന സമയമായിരിക്കണം. അത്തരം വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. നമുക്കെപ്പോഴും നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കുക. എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റിവെക്കും എന്നുള്ളത്. നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അതിൻ്റെ ഒരു ശാന്തതയും സന്തോഷവും നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാൻ തുടങ്ങും. ഇനി 10ാമത്തെ കാര്യം, ഒരു സ്ത്രീയെ സുന്ദരിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം സന്തോഷത്തോടെ ജീവിച്ചു, പിന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു പോയാൽ ആ ഗ്ലോ സ്ഥിരമായി നിലനിൽക്കുകയില്ല. പക്ഷേ നിങ്ങൾ ബോധപൂർവം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. ആ ഹാബിറ്റ് തന്നെയാണ് നിങ്ങളുടെ മൈൻഡ് ബാലൻസ്ഡ് ആക്കി നിലനിർത്തുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക, ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് ചെയ്യുക, ഒന്ന് പുറത്തിറങ്ങി ഫ്രഷ് എയർ കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളെ ജെനുവിൻലി സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇവയെല്ലാം സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ടതല്ല, നിങ്ങൾ സമയമുണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം വെയിറ്റ് ചെയ്താൽ സന്തോഷം ഡിലേഡ് ആവും, ക്രിയേറ്റ് ചെയ്താൽ അത് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാകും. അതാണ് ലോങ് ടേം ഗ്ലോയിൻ്റെ സീക്രട്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കോൺഷ്യസ്ലി ശ്രമിക്കുമ്പോൾ അതൊരു ദിവസത്തെ മാറ്റമല്ല, അത് പതിയെ പതിയെ നിങ്ങളുടെ ജീവിത ശൈലിയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു സ്കിൻ കെയറും ഇല്ലാതെയും ഒരു ഫ്രഷ്നെസ് ഉണ്ടാകും, ഒരു കാംനെസ് ഉണ്ടാകും, ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാകും. ഈ ഗ്ലോ ക്രീംസ് കൊണ്ട് മാത്രം വരുന്നതല്ല, നിങ്ങളായി സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഈ ശീലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ. അത് പെട്ടെന്നൊരു നിമിഷം നമ്മളിലേക്ക് വരുന്നതൊന്നുമല്ല. നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. പക്ഷേ അത്തരം സന്ദർഭങ്ങളെയൊക്കെ മാറ്റി നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വലിയ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.